നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്ന നിലപാടാണ് ജില്ലാ ഭരണകൂടവും സബ് കളക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും ചെയ്യുന്നതെന്നും ജില്ലാ ഭരണകൂടത്തിനെതിരെ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലി. ഇടുക്കി CI ഓഫീസ് മാറ്റവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുതിയ തലത്തിലേക്ക്. പുതിയ ഓഫീസ് പൈനാമ്പിൽ ആരംഭിക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക ഉത്തരവ് അട്ടിമറിച്ചു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത വഞ്ചിക്കവലയിലെ കെട്ടിടത്തിൽ CI ഓഫീസിന്റെ ബോർഡ്. ചിലരിലൊക്കെ നെഹ്റു ഉണ്ട് എന്ന് പറയപ്പെടുന്ന കാലത്ത് നെഹ്റുവിന്റെ പ്രേതമെങ്ങാനും ഉണ്ടെങ്കിൽ ക്ലിഫ് ഹൗസിൽ ഇരിക്കുന്ന മരമണ്ടനായ VD സർവർക്കറുടെ പിടലിക്കു കൊട്ടുമെന്ന പ്രാസംഗികൻ ജംഷീദ് അലി. ഓണത്തപ്പനെ വരവേൽക്കാനൊരുങ്ങി മലയാളക്കര. ഇന്ന് അത്തം. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് മലയോരവും. വിവിധയിടങ്ങളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്ന നിലപാടാണ് ജില്ലാ ഭരണകൂടവും സബ് കളക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും ചെയ്യുന്നതെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നും അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലി. ഓരോ വില്ലേജിലും പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള ഒട്ടനവധി ഉത്തരവുകളുടെ ഉത്തരവാദി ജില്ലാ ഭരണകൂടമാണ്. ഇതേ ജില്ലാ ഭരണകൂടം പുതിയ അജണ്ടയുമായി എത്തുന്നതിന്റെ ഭാഗമാണ് പുതിയ അന്വേഷണ സംഘങ്ങളുമായി വരുന്നതെന്നും കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രഹസനമാണ്. ഈ 3 പതിറ്റാണ്ട് കാലത്ത് റവന്യൂ വകുപ്പ് നടത്തിയ തീവെട്ടിക്കൊള്ളയെ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിനെതിരെ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും റസാഖ് ചൂരവേലി ആവശ്യപ്പെട്ടു. ഇടുക്കിയിലെ ഭൂമി പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്ന നിലപാടാണ് ജില്ലാ ഭരണകൂടവും സബ് കളക്ടർ അടക്കമുള്ള മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥരും സ്വീകരിച്ചു വരുന്നത്. വർഷങ്ങളായി പ്രതിസന്ധിയിലായ ഒട്ടനവധി കേസുകൾ പരിഹരിക്കുന്നതിന് പകരം അതിസങ്കീർണമാക്കാനുള്ള നീക്കങ്ങളിൽ ഇനിയും തുടരുന്നു എന്നുള്ളത് കുറ്റകരമായ നിലപാടാണ് എന്നാണ് അതിജീവന പോരാട്ട വേദിക്ക് പറയാനുള്ളത്. ഇക്കാര്യത്തിൽ തരം മാറ്റൽ പ്രക്രിയയിൽ 5 വർഷക്കാലമായി നടക്കുന്ന 2000-ലധികം ആളുകൾ നിൽക്കുന്നു. ഓരോ വില്ലേജിനെയും ബേസ് ചെയ്തുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങളുടെ അടിസ്ഥാന ഉത്തരവാദി ജില്ലാ ഭരണകൂടമാണ്. അതിന് കീഴിൽ വരുന്ന സബ് കളക്ടർമാരാണ്. വീണ്ടും പുതിയ അജണ്ടകളുമായി പുതിയ അന്വേഷണ സംഘങ്ങളുമായി വരുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി കയ്യേറ്റം അന്വേഷണം പ്രഹസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റവന്യൂ വിഭാഗം 3 പതിറ്റാണ്ട് കൊണ്ട് നടത്തിയ തീവെട്ടിക്കൊള്ളയെ സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് ഗവൺമെന്റ് തയ്യാറാകേണ്ടതുണ്ട്. കൃത്യമായിട്ടും ഇനിയും ഈ നില തുടരാൻ അനുവദിക്കില്ലെന്ന് മാത്രമല്ല, ശക്തമായ പ്രതികരണം ഇടുക്കിയിൽ നിന്നുണ്ടാകും എന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾ നൽകുന്നത്. ഇടുക്കി CI ഓഫീസിന്റെ മാറ്റവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുതിയ തലത്തിലേക്ക്. പുതിയ ഓഫീസ് പൈനാവിൽ ആരംഭിക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക ഉത്തരവ് അട്ടിമറിക്കപ്പെട്ടു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത വാഴത്തോപ്പ് വഞ്ചിക്കവലയിലെ കെട്ടിടത്തിലാണ് ഇപ്പോൾ പുതിയ CI ഓഫീസിന്റെ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങളെ കാറ്റിൽ പലർത്തിയുള്ള ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇടുക്കി കഞ്ഞിക്കുഴി വനിതാ പോലീസ് സ്റ്റേഷനുകളുടെ അധികാര പരിധിയിലുള്ളതാണ് പുതിയ CI ഓഫീസ്. ഈ ഓഫീസ് പൈനാവിലെ D33 PWD ക്വാർട്ടേഴ്സിൽ ആരംഭിക്കുവാൻ കഴിഞ്ഞ ഓഗസ്റ്റിനാണ് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയത്. എന്നാൽ ഈ ഔദ്യോഗിക ഉത്തരവ് നിലനിൽക്കെയാണ് എല്ലാവരെയും നോക്കുകുത്തിയാക്കി വാഴത്തോപ്പ് വഞ്ചിക്കവല KSCB കോളനിയിലെ CE6 ക്വാർട്ടേഴ്സിൽ CIയുടെ ഓഫീസിന്റെ ബോർഡ് ഉയർന്നത്. ശക്തമായ രാഷ്ട്രീയ ഇടപെടലാണ് ഈ അട്ടിമറിക്ക് പിന്നിലെന്നാണ് പ്രധാന ആരോപണം. പുതിയതായി ബോർഡ് വെച്ചിരിക്കുന്ന ഈ കെട്ടിടത്തിന് ഇതുവരെ യാതൊരുവിധ ഔദ്യോഗിക അനുമതിയും ലഭിച്ചിട്ടില്ല. മുറികളിൽ ടൈൽ പാകിയിട്ടില്ലെന്ന് മാത്രമല്ല, ഗുരുതരമായ വയറിംഗ് തകരാറുകളുമുണ്ട്. കെട്ടിടത്തിനു ചുറ്റും കാട് മൂടിക്കിടക്കുന്ന അവസ്ഥയാണ്. കളക്ടർ അനുവദിച്ച കെട്ടിടത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോഴാണ് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത വഞ്ചിക്കവലയിലെ കെട്ടിടത്തിലേക്ക് ഓഫീസ് മാറ്റാൻ ശ്രമിക്കുന്നത്. ചെറുതോണിയിലെ പുതിയ CI ഓഫീസ് എവിടെ തുടങ്ങണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ടായിട്ടില്ല. CI ഓഫീസ് ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായി എത്തിച്ചേരാൻ കഴിയുന്ന തരത്തിൽ ചെറുതോണി ടൗണിൽ തന്നെ ആരംഭിക്കണം എന്നാണ് ഞങ്ങളുടെ സംബന്ധിച്ചുള്ള ആവശ്യം. വനിതാ സെല്ലിൻ്റെ ഓഫീസും CI ഓഫീസും ഒക്കെയാണ് ഏറ്റവും അധികം ജനങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഇടപെടുന്ന സ്ഥാപനങ്ങൾ. അത്തരം സ്ഥാപനങ്ങൾ അരികിലും ബസ് എത്തിച്ചേരുന്ന ഭാഗത്തും ഉണ്ടായെങ്കിൽ മാത്രമേ പൊതുജനങ്ങൾക്ക് ആ സ്ഥാപനങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടാനുള്ള സാഹചര്യമുണ്ടാവും. പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാൻ കഴിയാത്ത പ്രദേശങ്ങളാണ് വഞ്ചിക്കവലയും പൈനാവും. അതിനാൽ നിലവിൽ DYSP ഓഫീസ് പ്രവർത്തിക്കുന്ന ചെറുതോണിയിലെ പഴയ CI ഓഫീസ് കെട്ടിടമാണ് പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദം. DYSP ഓഫീസ് പൈനാവിലേക്ക് മാറ്റിയാൽ ഈ പ്രശ്നം എളുപ്പത്തിൽ പരിഹരിക്കാവുന്നതേയുള്ളൂ.
എന്നാൽ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ജനകീയ ആവശ്യങ്ങൾ തഴയപ്പെടുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. കളക്ടറുടെ ഉത്തരവ് അട്ടിമറിച്ച CI ഓഫീസിന്റെ ബോർഡ് എന്തിനുവേണ്ടി ഇത്ര തിടുക്കപ്പെട്ട് വഞ്ചിക്കവലയിലേക്ക് മാറ്റി സ്ഥാപിച്ചു എന്നതിൽ ദുരൂഹതയുണ്ട്. വിഷയത്തിൽ അടിയന്തരമായ ഉന്നത ഇടപെടൽ വേണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, ഇടുക്കി. ചിലരിലൊക്കെ നെഹ്റു ഉണ്ട് എന്ന് പറയപ്പെടുന്ന കാലത്ത് നെഹ്റുവിന്റെ പ്രേതമെങ്ങാനുമുണ്ടെങ്കിൽ ക്ലിഫ് ഹൌസിൽ ഇരിക്കുന്ന മരമണ്ടനായ VD സവർക്കറുടെ പിടലിക്ക് കൂട്ടുമെന്ന പ്രാസംഗികൻ ജംഷീദ് അലി. രാജകുമാരി DYFI സംഘടിപ്പിച്ച യങ് ഇന്ത്യ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉണരണം ഇന്ത്യ, പൊരുതണം യുവത്വം എന്ന മുദ്രാവാക്യമുയർത്തി സ്വാതന്ത്ര്യദിനത്തിലാണ് DYFI കേരളം മുഴുവനും യങ് ഇന്ത്യ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. DYFI രാജാക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു രാജകുമാരിയിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. രാജാക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് അംബുരാജ് അധ്യക്ഷത വഹിച്ച യോഗം ജംഷീദ് അലി മലപ്പുറം ഉദ്ഘാടനം ചെയ്തു. ചിലരിലൊക്കെ നെഹ്റു ഉണ്ട് എന്ന് ചിലർ പറയുന്ന കാലത്ത് പ്രിയപ്പെട്ടവരെ, ആരിലാണ് നെഹ്റു ഉള്ളത്? നെഹ്റു എങ്ങാനും ഈ പ്രേതമൊക്കെ പുതിയ ന്യൂജൻ സിനിമകളിലൊക്കെ ഉണ്ടല്ലോ, അതേപോലെ എങ്ങാനും വരാൻ കഴിയുമെങ്കിൽ വന്നിട്ട് ക്ലിഫ് ഹൗസിൽ പോയി അവിടെ ഇരിക്കുന്ന മരമണ്ടൻ VD സവർക്കറുടെ പെരടിക്കിട്ടുകൊട്ടും. എന്നിട്ട് ചോദിക്കും, ആരാടാ നിന്നോട് പറഞ്ഞ്? എന്റെ നാട്ടിലൊക്കെ പറയാ, ആരാടാ നമുക്ക് അന്നൊക്കെ എന്റെ പേരും പറഞ്ഞ് ഇങ്ങനെയുണ്ടല്ലോ, എന്റെ പേര് കേടാക്കല്ല എന്ന് പറയും. കാരണം പ്രിയപ്പെട്ടവരെ, ദേശീയ ഗീതം, ഞാൻ വളരെ കൃത്യമായി പറയുന്നു, ദേശീയ ഗീതത്തിന് മാത്രമല്ല ബാക്കി വരികളുള്ളത്. ബ്ലോക്ക് സെക്രട്ടറി MR രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശൈലജ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. CPIM രാജാക്കാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി സുമാ സുരേന്ദ്രൻ, മറ്റ് നേതാക്കളായ ബേബിലാൽ, അരുൺ കുര്യൻ, C സന്തോഷ്, ജിൻസ് തോമസ്, വിനീത് MS തുടങ്ങിയവർ സംസാരിച്ചു. യങ് ഇന്ത്യ ക്യാമ്പയിന്റെ ഭാഗമായി DYFI പ്രവർത്തകർ രാജകുമാരിയിൽ പ്രകടനവും നടത്തി. സിറ്റി വിഷൻ, രാജകുമാരി. ഓണത്തപ്പനെ വരവേൽക്കുവാൻ ഒരുങ്ങി മലയാളിക്കറ. ഇന്ന് അത്തം. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് മലയോരവും വിവിധ ഇടങ്ങളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഓണത്തിന്റെ വരവറിയിച്ച് പേപ്പാറ ഉദയ റീക്രിയേഷൻ ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ വിപുലമായ ജനപങ്കാളിത്തത്തോടെയാണ് നടത്തപ്പെട്ടത്. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആവേശത്തോടെ പങ്കെടുത്ത വിവിധ കലാ കായിക മത്സരങ്ങളും വടംവലി മത്സരവും ആഘോഷത്തിന് കൂടുതൽ ആവേശം പകർന്നു. പാട്ടും കളിയും ചിരിയും ആവേശവും നിറഞ്ഞ അന്തരീക്ഷത്തിലായിരുന്നു പേപ്പാറയിലെ ഓണാഘോഷം. ഉദയ റീക്രിയേഷൻ ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ വലിയ ജനപങ്കാളിത്തമുണ്ടായി. ഓണത്തിന്റെ ആഘോഷത്തിമിർപ്പിലേക്ക് നാടിനെ ഒന്നാകെ കൂട്ടിയിണക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധങ്ങളായ കലാ കായിക മത്സരങ്ങൾ അരങ്ങേറി. മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനുമായി നിരവധി നാട്ടുകാരുമാണ് എത്തിയത്. നടത്തുമെന്നും ഇതിനു മുൻ കാലഘട്ടത്തിൽ നടത്തി പോകുന്ന അതേ രീതിയിൽ തന്നെ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും സാമുദായിക സന്തുലിതം എല്ലാം തുല്യമായി നിലനിർത്തിക്കൊണ്ട് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഒത്തൊരുമിച്ചുകൊണ്ട് പോകുവാൻ ഈ ക്ലബിന് വളരെ സാധിക്കുന്നുണ്ട്. 2018 പ്രളയ കാലഘട്ടങ്ങളിൽ ഈ നാട്ടിലെ ഒരു സമൂഹത്തിലെ ഈ ജനത്തിലെ മുഴുവൻ ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ ആശ്രയമായിരുന്നത് ഈ റിക്രിയേഷൻ ക്ലബ്ബ് മാത്രമാണ്. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ, മറ്റ് ജനപ്രതിനിധികൾ, ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർക്കൊപ്പം പ്രദേശവാസികളും പരിപാടികളിൽ സജീവമായി പങ്കെടുത്തു. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഒരുമിച്ചെത്തിയതോടെ പേപ്പാറയിലെ ഓണാഘോഷം ഒരു കൂട്ടായ്മയുടെ വേദിയായി മാറി. പാട്ടും കളിയും മത്സരങ്ങളുമായി ആഘോഷം മുന്നേറിയപ്പോൾ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആഘോഷത്തിൽ പങ്കുചേർന്നു. സിറ്റി വിഷൻ, ഇടുക്കി. DTPCയുടെ നേതൃത്വത്തിൽ ഉടുമ്പൻചോല താലൂക്കിലും വിപുലമായ ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. ഓണാഘോഷ പരിപാടികൾ വിജയിപ്പിക്കുന്നതിനായി രാജാക്കാട്ടിൽ സ്വാഗത സംഘം രൂപീകരിച്ചു. ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്ത് ഇടുക്കിയുടെ മലകയറിയെത്തുന്ന സഞ്ചാരികൾക്കായി വിപുലമായ ഓണക്കാഴ്ചകളും ഓണാഘോഷങ്ങളും സംഘടിപ്പിക്കുവാനാണ് DTPCയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി DTPCയുടെ കീഴിലുള്ള വിവിധ കേന്ദ്രങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കും. ഓണക്കാലത്ത് സഞ്ചാരികളെ കൂടുതൽ ഇടുക്കിയിലേക്ക് ആകർഷിക്കുക എന്നതുകൂടിയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതിന്റെ ഭാഗമായി പരിപാടിയുടെ വിജയത്തിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. രാജാക്കാട് മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടി ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അധികം ടൂറിസം മേഖലയിൽ ഡെവലപ്പ് ആകേണ്ട ഒരു പഞ്ചായത്ത് സാധ്യതയും രാജാക്കാട്. കാരണം മൂന്നാറിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന മൂന്നാറിൽ ചിറക് പോലെ വളരേണ്ട ഒന്നാണ് രാജാക്കാട്. അപ്പോൾ രാജാക്കാട് നമ്മൾ പ്രൊമോട്ട് ചെയ്യാനുള്ള നമ്മുടെ ലക്ഷ്യം ഒറ്റ പ്രൊമോഷൻ 16 ലക്ഷം കുടുങ്ങിക്കുന്ന 12 കൊല്ലം മുമ്പ് നടന്ന ഒറ്റ പ്രൊമോഷനാണ് മൂന്നാമത്തെ തലവൽ തന്നെ മാറിപ്പോയത്. ഞാൻ പറഞ്ഞത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയും.
പൊന്മുടി റിസർവോയറും ശ്രീനാരായണ വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ കള്ളിമാരി വ്യൂ പോയിന്റ്, ഈ 3 ടൂറിസം സ്പോട്ട്, അതുപോലെ തന്നെ കുത്തുങ്കര വെള്ളച്ചാട്ടം, ഇങ്ങനെ 3-4 പോയിന്റുകൾ നിൽക്കുമ്പോൾ ഏറ്റവും ടൂറിസത്തിന് അപാരമായ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഞാനൊക്കെ. ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി 23-ാം തീയതി നടക്കുന്ന സാംസ്കാരിക റാലി രാജാക്കാട് ക്രിസ്തുജ്യോതി സ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച രാജാക്കാട് ടൗൺ ചുറ്റി സമാപിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനം ഉടുമ്പൻചോല MLA ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മത നേതാക്കളും വിവിധ സംഘടനകളിലെ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കും. 23, 24, 25 തീയതികളിൽ വിവിധ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. 25-ന് പരിപാടികൾക്ക് സമാപനമാകും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി അധ്യക്ഷത വഹിച്ചു. DTPC സെക്രട്ടറി ജിതീഷ് ജോസ് സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്ട്, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് VS ബിജു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, വ്യാപാര സംഘടനാ നേതാക്കൾ, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മത നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ഉടുമ്പൻചോല MLA ചെയർമാനായി കമ്മിറ്റിയും രൂപീകരിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. തൊടുപുഴ മൈലക്കൊമ്പിൽ പ്രവർത്തിക്കുന്ന മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിൽ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി KA തുളസി സന്ദർശനം നടത്തി. സ്ഥാപനത്തിലെ കുട്ടികളുടെ ക്ഷേമവും ആരോഗ്യ നിലവാരവും വിലയിരുത്തി. വള്ളക്കടവ് ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന മലമ്പണ്ടാര വിഭാഗത്തിൽപ്പെട്ട മാതാപിതാക്കളുടെ സംരക്ഷണം നഷ്ടപ്പെട്ട 4 വയസ്സുകാരന് ആദിദേവിന്റെ ദീർഘകാല സംരക്ഷണവും വളർച്ചയും മുൻനിർത്തിയാണ് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ ഇടപെടലിലൂടെ കുട്ടിയെ ഈ സ്ഥാപനത്തിൽ പ്രവേശിപ്പിച്ചത്. കുട്ടിക്ക് നൽകുന്ന പ്രത്യേക പരിചരണവും നിലവിലെ ആരോഗ്യനിലയും മന്ത്രി നേരിട്ട് വിലയിരുത്തി. പ്രയാണം സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര ഇടുക്കി പനങ്കൂട്ടിയിൽ സമാപിച്ചു. സെന്റ് ജോസഫ് UP സ്കൂൾ പനങ്കൂട്ടി, MM ലൈബ്രറി, സെന്റ് ജോസഫ് പള്ളി, കുടുംബശ്രീ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK പ്രസാദ് സമാപന പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാബു KJ വാർഷിക പദ്ധതി ഉദ്ഘാടനം ചെയ്തു. രാവിലെ 10-ന് ആരംഭിച്ച പരിപാടികൾ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സമാപിച്ചത്. ദേശസ്നേഹമുണർത്തുന്ന പരിപാടികൾക്കൊപ്പം CS രജികുമാർ പ്രഭാഷണം നടത്തി. മഹാത്മാഗാന്ധി എന്നറിയപ്പെടുന്ന ഗാന്ധിയുടെ തനിപ്പകർപ്പായ ആലപ്പുഴ സ്വദേശിയും അവാർഡ് ജേതാവുമായ ജോർജ് പോൾ ഗാന്ധിയുടെ പ്രകടനവും നടത്തി. സ്വാതന്ത്ര്യ സമര സന്ദേശ കഥകൾ നൂറുകണക്കിന് ആളുകളെ ആവേശം കൊള്ളിച്ചു. ഇടവക വികാരി ഫാദർ ജോസഫ് പവത്തിൽ, സത്യൻ കോനാട്ട്, KD മണിയൻ, ജാഥ ക്യാപ്റ്റൻ CS രജികുമാർ, ടോമി മുട്ടത്തുകുന്നേൽ, ടീന തോമസ്, ബിജു മരുതുംപാറയിൽ, മിനി റോയി വാഴയിൽ, ലിസമ്മ പുൽപ്പറമ്പിൽ, സോണിയ ബിനു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, കൊന്നത്തടി. ചെറിയൊരിടവേള. ജാതി കൃഷി ലാഭകരമാക്കാൻ മൾട്ടി റൂട്ട് ജാതികൾ. അതിനൂതന കണ്ടുപിടുത്തവുമായി കർഷകോത്തമ അവാർഡ് ജേതാവ് അടിമാലി CM ഗോപി. സാധാരണ ജാതിയേക്കാൾ 3 ഇരട്ടി വിളവ് നൽകുന്ന വലിയ കായ്കളും പത്രികളുമുള്ള മൾട്ടി റൂട്ട് ലോങ് ഇപ്പോൾ വിപണിയിൽ. വർദ്ധിച്ച പ്രതിരോധശേഷിയും ഉത്പാദനക്ഷമതയും. 70 മുതൽ 80 കായ്കൾക്ക് 1 കിലോ തൂക്കം. 300 മുതൽ 350 പത്രിക്ക് 1 കിലോ തൂക്കം. കൂടാതെ മുന്തിയിനം കമുക്, തെങ്ങ്, കുരുമുളക്, കൊക്കോ, റംബുട്ടാൻ, മാംഗുസ്റ്റിൻ തുടങ്ങി നിരവധിയിനം ഫലവൃക്ഷ തൈകളും ഏലത്തട്ടകളും. 36 വർഷത്തെ പ്രവൃത്തി പരിചയം. സ്പൈസസ് ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അംഗീകരിച്ച വിശ്വസ്ത സ്ഥാപനം. ചെറുകുന്നിൽ നഴ്സറി, KSEB സബ്സ്റ്റേഷൻ സമീപം ചാറ്റുപാറ ആൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മാപ്പാനിക്കാട്ട് റോഡ്, അടിമാലി. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് 4 നൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്.
രാജാക്കാട്ടിലെ #1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. Doctor's Clinic, Doctor's Clinical and Diagnostic Laboratory and patient-friendly pharmacy. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakot. The #1 health provider. Kripa Medical Center. We create better health. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീണ്ടും വാർത്തകളിലേക്ക്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെയും വനിതാ വിങ്ങിന്റെയും കാരുണ്യ SHGയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. രാജാക്കാട് ടൗണിൽ KHRA പ്രസിഡന്റ് KM ജോർലി പതാക ഉയർത്തി. തുടർന്ന് സന്ദേശം നൽകി. KHRA നേതാക്കളായ PJ ജോസ, K സുനിൽ, VK രാജീവ്, TG വിനീഷ, മായ സുനിൽ, ബിജി സന്തോഷ്, സിന്ധു ബിനീഷ്, ജയ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് മധുര വിതരണം. മേലച്ചിന്നാർ യങ് മൈൻഡ് ഇന്റർനാഷണൽ സ്പൈസസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും കുടുംബസംഗമവും നടത്തി. യങ് മൈൻഡ് ഇന്ത്യ ഏരിയ റീജിയണൽ ചെയർമാൻ KP പോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്കും രോഗികൾക്കും നിർധനർക്കും നിരാലംബർക്കും എന്നും താങ്ങും തണലുമായി പ്രവർത്തിക്കുക എന്നതാണ് യങ് മെൻസ് ക്ലബിന്റെ ലക്ഷ്യം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ കുടുംബ കൂട്ടായ്മയുടെ മേലച്ചിന്നാർ ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും കുടുംബ സംഗമവും പുതിയ അംഗങ്ങളെ ചേർക്കലുമാണ് നടത്തിയത്. മേലച്ചിന്നാർ കക്കാനി ഭവനത്തിൽ നടന്ന പരിപാടി യങ് മൈൻഡ് ഇന്ത്യ റീജിയണൽ ചെയർമാൻ ഇലക്ട് KP പോൾ ഉദ്ഘാടനം ചെയ്തു. ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ മുതൽ തിരുവനന്തപുരം സൈഡ് വരെയാണ്. റീജിയൻ 2 ആലപ്പുഴ മുതൽ ഇങ്ങോട്ട് ഇടുക്കി ഭാഗം മൊത്തവും, അതുമാതിരി തന്നെ നമ്മൾ തൃശ്ശൂർ ഇപ്പുറമാകും, അതാണ് നമ്മൾ ഉൾപ്പെട്ടത്. റീജിയൻ 3 എന്ന് പറഞ്ഞാൽ അതിനങ്ങോട്ട് കണ്ണൂർ വരെ, തൃശ്ശൂർ മുതൽ അങ്ങോട്ട് കണ്ണൂർ വരെ. റീജിയൻ 4 എന്ന് പറഞ്ഞാൽ ഹൈദരാബാദ്, തമിഴ്നാട്, സേലം, കോയമ്പത്തൂർ മുതലായ ഭാഗങ്ങൾ ഉൾപ്പെട്ടതാണ് റീജിയൻ 4. റീജിയൻ 5 എന്ന് പറഞ്ഞാൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ജില്ലാ ഗവർണർ സെബാസ്റ്റ്യൻ തോമസ് തിരിതെളിയിച്ച് നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് മാത്യു MJ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. സാജൻ തോമസ് പ്രസിഡന്റായും നൈജു കക്കാനിയിൽ സെക്രട്ടറിയായും ബിനോയ് കയ്യാണിയിൽ ട്രഷററായും ചുമതലയേറ്റു. ബദേൽ സെന്റ് ജേക്കബ് സ്കൂൾ ലൈബ്രറിയിലേക്ക് ക്ലബിൽ നിന്ന് നൽകിയ 50 പുസ്തകങ്ങൾ സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോണി KK ഏറ്റുവാങ്ങി. സിറ്റി വിഷൻ, ഇടുക്കി. ഉപ്പുതറ ഗവൺമെന്റ് ആശുപത്രി പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ തിരിതെളിഞ്ഞു. ഉപ്പുതറ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷവും സംഘടിപ്പിച്ചു. പീരുമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുടിയേറ്റത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഉപ്പുതറയിൽ 1951 ആഗസ്റ്റ് 15-നാണ് ഗവൺമെന്റ് ആശുപത്രി ആരംഭിക്കുന്നത്. ആരംഭകാലം മുതൽ ആതുര സേവന രംഗത്ത് മുദ്ര പതിപ്പിച്ച ആശുപത്രിയിൽ ഓപ്പറേഷനും ഗൈനക്കോളജി വിഭാഗവും അടക്കം മികച്ച ചികിത്സയാണ് ലഭിച്ചിരുന്നത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ മദർ ഹോസ്പിറ്റലായും സേവനം നൽകിയ ആശുപത്രി ജീവനക്കാരുടെ കുറവും അധികാരികളുടെ അനാസ്ഥയും മൂലം കിടത്തി ചികിത്സ ഉൾപ്പെടെ നിർത്തിയ സാഹചര്യമായിരുന്നു. മെഡിക്കൽ ഓഫീസർ മിനി മോഹന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ സേവനം കൊണ്ട് ആശുപത്രി ഇന്ന് വികസനത്തിന്റെ പാതയിലാണ്. 100 വർഷം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന് തിരിതെളിഞ്ഞു. പീരുമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ആശുപത്രിയായി മാറ്റിയെടുക്കാൻ ആവശ്യമായ എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് MLA പറഞ്ഞു. വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്കെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ആരോഗ്യ കേന്ദ്രം ഇവിടെ
ഇനിയും ഉയർന്ന തലത്തിലേക്ക് പോകുന്നതിന് വേണ്ടി കൂടുതൽ ഡോക്ടർമാരെ കിട്ടി, കൂടുതൽ വാർഡുകളും ഒക്കെ നമുക്ക് നിർമ്മിച്ച് ഇവിടെ കിടത്തി ചികിത്സയും അതുപോലെ തന്നെ അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളും ഒക്കെ ഒരുക്കാൻ കഴിയത്തക്ക രീതിയിലേക്ക് വളർച്ച പ്രാപിച്ചുകൊണ്ട് നമുക്ക് 100 വർഷം പൂർത്തിയാക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. അതിലിപ്പോഴേ 25 വർഷം മുമ്പ് തന്നെ നമുക്ക് ഒരുക്കം തുടങ്ങാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. യോഗത്തിൽ വെച്ച് ഡോക്ടർ ശരണ്യ മോഹനെ MLA ആദരിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാലസിംഗ് അധ്യക്ഷത വഹിച്ചു. ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ മിനി മോഹൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ടോണി തോമസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മിനി റോയി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമണി രൂപേഷ്, ജോർജ് കൂറുമ്പുറം, ഓമന സോദരൻ, ജയ്മോൾ രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ, സന്തോഷ് കൃഷ്ണൻ, TT ഷാജൻ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. ചൈൽഡ് പ്രൊട്ടക്ട് ടീം ഇന്റർനാഷണൽ വെൽഫെയർ ഫൗണ്ടേഷൻ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനവും കുടുംബസംഗമവും നടത്തി. മുരിക്കാശ്ശേരി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി CPTIWF ദേശീയ വൈസ് ചെയർമാൻ ഡോക്ടർ ഷിൻഡോ ചാലിൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ച ലക്ഷ്യമിട്ടും കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളിൽ നിന്നും സംരക്ഷണം ഒരുക്കുകയും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോലീസ് ഉൾപ്പെടെയുള്ള അധികൃതർക്ക് ആവശ്യമായ സഹായം ചെയ്യുകയുമാണ് സംഘടനയുടെ ലക്ഷ്യം. CPTIWF ജില്ലാ പ്രസിഡന്റ് ശിവദാസ് അറക്കൽ അധ്യക്ഷത വഹിച്ച യോഗം ദേശീയ വൈസ് ചെയർമാൻ ഡോക്ടർ ഷിൻഡോ ചാലിൽ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ചെയർമാൻ CK നാസർ കാഞ്ഞങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി. നിങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഒരു വർഷത്തില് ഏകദേശം നമുക്ക് നല്ലൊരു 10 വർഷത്തെ കണക്കെടുക്കുമ്പോൾ ഒരു 8 ലക്ഷത്തിലധികം കുട്ടികളാണ് പല കാരണങ്ങൾ കൊണ്ട് കാണാതെ. അതിൽ തന്നെ ഏകദേശം 5,80,000 കുട്ടികളെ തിരികെ കണ്ടെത്താനും കുട്ടികളെ അവരുടെ കുടുംബങ്ങളിൽ ഏൽപ്പിക്കാനും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണം സംസ്ഥാന പ്രസിഡന്റ് റഫീഖ് കടത്തമുറി നിർവഹിച്ചു. റിട്ടയർഡ് SI KD മണിയൻ കുട്ടികൾക്കുള്ള ബോധവൽക്കരണ സെമിനാർ നയിച്ചു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയ കുട്ടികളെയും കലാ കായിക വിദ്യാഭ്യാസ മേഖലകളിൽ പുലർത്തിയവരെയും പരിപാടിയിൽ അനുമോദിച്ചു. വനിതാ പ്രതിഭകൾക്കുള്ള പുരസ്കാര വിതരണം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാളവിക ബാബു നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി ബിൻസി ഷാജി, ദേശീയ സമിതി അംഗം നീതു, പ്രോഗ്രാം കോർഡിനേറ്റർ പ്രശാന്ത് ഞവരക്കാട്ട്, ജില്ലാ വൈസ് പ്രസിഡന്റ് VK സ്റ്റാലിൻ, ട്രഷറർ ബെന്നി സേവിയർ, സുനിൽ നന്ദന, വ്യാപാര സാമൂഹ്യ രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. കാമാക്ഷി അന്നപൂർണേശ്വരി ഗുരുകുല ആചാര്യൻ ബ്രഹ്മശ്രീ കുമാരതന്ത്രികളുടെ 4ാമത് സമാധി ദിനം ആചരിച്ചു. ഗുരുകുല സമാധി പീഠത്തിൽ നടന്ന വൈദിക കർമ്മങ്ങൾക്ക് ശിവഗിരി മഠം ബ്രഹ്മശ്രീ ഗുരുപ്രകാശം സ്വാമികൾ, ഗുരുകുല ആചാര്യൻ ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധർ തന്ത്രികൾ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം ഇടുക്കി MLA റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുകുല ആചാര്യൻ ബ്രഹ്മശ്രീ കുമാരതന്ത്രികളുടെ 4ാമത് സമാധി ദിനാചരണ ചടങ്ങുകളാണ് നടത്തിയത്. സമാധി പീഠത്തിൽ നടന്ന ദേവമന്ത്രജപം, ശാന്തിഭജനം, പുഷ്പാർച്ചന തുടങ്ങിയ വൈദിക കർമ്മങ്ങൾക്ക് ശിവഗിരി മഠം ബ്രഹ്മശ്രീ ഗുരുപ്രകാശം സ്വാമികൾ, ഗുരുകുലം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധർ തന്ത്രികൾ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം ഇടുക്കി MLA റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ അങ്ങനെ അപൂർവം ആളുകൾ മാത്രമാണ് ഇങ്ങനെ ഏത് കാലത്തും ഓർമ്മിക്കത്തക്ക രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്താറുള്ളൂ എന്ന് നമുക്കറിയാം. പലരും ഉണ്ടെങ്കിലും ഈ മേഖലയിലെല്ലാം പ്രവർത്തിക്കുന്ന ഓരോ മേഖലയും എടുത്ത് പരിശോധിക്കുമ്പോൾ പൊതുപ്രവർത്തന രംഗത്താണെങ്കിലും ആത്മീയ രംഗത്താണെങ്കിലും മറ്റേത് രംഗത്താണെങ്കിലും പരിശോധിക്കുമ്പോൾ ഒരുപാട് ആളുകൾ ആ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടാവും. പക്ഷെ ഇതിൽ സമൂഹം ഓർത്തിരിക്കുന്ന ആളുകൾ. മലനാട് SNDP യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി SNDP യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത്, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പിൽ, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN ബിജു, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ഷിബിൻ ജോസഫ്, സോണിയ ജാനേഷ്, ഗുരുകുലം പ്രസിഡന്റ് ഷാജൻ ശാന്തികൾ, സെക്രട്ടറി സോജു ശാന്തികൾ, ജോയിന്റ് സെക്രട്ടറി പ്രതീഷ് മാധവൻ, കാമാക്ഷി SNDP ശാഖായോഗം പ്രസിഡന്റ് സുനിൽകുമാർ KM, സെക്രട്ടറി സുനിൽ MR, കാമാക്ഷി സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ പ്രിൻസിപ്പൽ KS മധു, കുമാരൻ തന്ത്രികളുടെ പത്നി ലക്ഷ്മിക്കുട്ടിയമ്മ തുടങ്ങിയവർ സംസാരിച്ചു. അന്നപ്രസാദത്തോടെ സമാധി ദിനാചരണ ചടങ്ങുകൾ സമാപിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്ക്. ബെന്നീസ് ജുവലറി
സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,220 രൂപ, പവന് 1,13,760 രൂപ, വെള്ളി ഗ്രാമിന് 255 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്ന നിലപാടാണ് ജില്ലാ ഭരണകൂടവും സബ് കളക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും ചെയ്യുന്നതെന്നും ജില്ലാ ഭരണകൂടത്തിനെതിരെ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേൽ. ഇടുക്കി CI ഓഫീസ് മാറ്റവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുതിയ തലത്തിലേക്ക്. പുതിയ ഓഫീസ് പൈനാമ്പിൽ ആരംഭിക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക ഉത്തരവ് അട്ടിമറിച്ചു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത വഞ്ചിക്കവലയിലെ കെട്ടിടത്തിൽ CI ഓഫീസിന്റെ ബോർഡ്. ചിലരിലൊക്കെ നെഹ്റു ഉണ്ട് എന്ന് പറയപ്പെടുന്ന കാലത്ത് നെഹ്റുവിന്റെ പ്രേതമെങ്ങാനും ഉണ്ടെങ്കിൽ ക്ലിഫ് ഹൗസിൽ ഇരിക്കുന്ന മരമണ്ടനായ VD സർവർക്കറുടെ പിടലിക്കു കൊട്ടുമെന്ന പ്രാസംഗികൻ ജംഷീദ് അലി. ഓണത്തപ്പനെ വരവേൽക്കാനൊരുങ്ങി മലയാളക്കര. ഇന്ന് അത്തം. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് മലയോരവും. വിവിധയിടങ്ങളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.